SIR സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഫോർ വോട്ടേഴ്സ് ലിസ്റ്റ്. ഇന്ത്യൻ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടർ പട്ടിക അതിന്റെ റിവിഷൻ നടപടികൾ കേരളത്തിൽ നവംബർ 4 ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആളുകൾ വലിയ ഭയത്തോടു കൂടി ഇതിനെ കാണുന്നവരുണ്ട്. ഞാൻ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നിങ്ങൾ ഭയത്തേക്കാളേറെ നിങ്ങൾ ഇത് ജാഗ്രതയോടുകൂടി ഇതിനെ കാണുകയാണ് വേണ്ടത്. ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ് ഇതിന് വേണ്ടത്. നമ്മൾക്ക് മുന്നിലേക്ക് എന്യൂമറേഷൻ ഫോം വരുന്ന സമയത്ത് അത് നമ്മൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ നമ്മളെ വോട്ടർ പട്ടികയിൽ നമ്മളെ പേര് ഉൾപ്പെടും. അതിന് കുറെ നടപടിക്രമങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ അറിയുന്ന ഒട്ടേറെ BLO ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് അവരുമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ നോക്കാവുന്നതാണ്. എന്താണ് SIR എന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ? കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ ഇതിന്റെ നടപടികൾ കഴിഞ്ഞു. നിലനിൽക്കുന്ന വോട്ടർ പട്ടിക മരവിപ്പിച്ചുകൊണ്ട്, ഇതുവരെ ഉണ്ടായിരുന്ന വോട്ടർ പട്ടിക മരവിപ്പിച്ചുകൊണ്ട് 2002 നടന്നിട്ടുള്ള പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വോട്ടർ പട്ടിക നിലനിർത്തിക്കൊണ്ടാണ് ഇതിന്റെ നടപടികൾ എന്ന് പറയുന്നത്. 2002 വോട്ടർ പട്ടിക എന്ന് പറയുമ്പോൾ 1984 മുമ്പ് ജനിച്ചവരായിരിക്കും ആ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക. ഞാൻ ഇന്ന് എന്റെ ബൂത്തിലെ വോട്ടർ പട്ടിക എടുത്ത് പരിശോധിച്ച് നോക്കി. ആ സമയത്ത് എന്റെ മരിച്ചുപോയ വല്യപ്പയും വല്യമ്മയൊക്കെ ആ വോട്ടർ പട്ടികയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ബന്ധുവായിട്ട് ആളുകൾ ആ വോട്ടർ പട്ടികയിൽ നിലനിൽക്കുകയാണെങ്കിൽ ഇത് വലിയൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വസ്തുതയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ 2002 വോട്ടർ പട്ടിക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 2009 കേരളത്തിലെ നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ കൊണ്ടോട്ടി എന്റെ നിയോജക മണ്ഡലത്തിലെ മുതുവല്ലൂരും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ചീക്കോട് പഞ്ചായത്തൊക്കെ ആദ്യം മഞ്ചേരി നിയോജക മണ്ഡലത്തിലാണ്. അപ്പം നമ്മൾ സൈറ്റിൽ അതിന്റെ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ മഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലാണ് നമ്മൾ അതിന്റെ പരിശോധന നടത്തേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ അങ്ങനെ ഓരോ നിയോജക മണ്ഡലത്തിന്റെ ബോർഡറിൽ പരിധിയിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അതിനനുസരിച്ച് 2002 വോട്ടർ പട്ടികയാണ് നമ്മളെ അവരെ മുന്നിലുള്ളത്. അതിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മളെ ബന്ധുവായിട്ട് അച്ഛനോ അമ്മയോ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളെ വോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ടത് 2025 പുറത്തിറങ്ങിയിട്ടുള്ള വോട്ടർ പട്ടികയിൽ ഉള്ള ആളുകൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് മാപ്പിംഗ് ആണ് ചെയ്യുക. ഞാൻ എന്റെ വോട്ട് ചേർത്താൻ ഞാൻ എന്റെ മാപ്പിംഗ് ചെയ്യേണ്ടത് എന്റെ പാരന്റ്സിലേക്കാണ്, ഉപ്പയിലേക്കോ ഉമ്മയിലേക്കാണ് മാപ്പിംഗ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇതിന്റെ മാപ്പിംഗ്. എന്റെ വോട്ട് 2025 വോട്ടർ പട്ടികയിലുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരൊക്കെ 2025 വോട്ടർ പട്ടികയിലുണ്ടാവും. അവരുടെ പേര് നമ്മൾ ചെക്ക് ചെയ്ത് ആ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് മാപ്പിംഗ് ഉണ്ടാവുക. ആ മാപ്പിംഗ് ചെയ്തിട്ടാണ് ഇതിന്റെ നടപടികൾ നടക്കുന്നത്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാവുന്നതാണ്. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് ഇതിന്റെ നടപടികൾ നടക്കുന്നത്. ഒന്നാം ഘട്ട നടപടി 2002 വോട്ടർ പട്ടിക അടിസ്ഥാനപ്പെടുത്തിയാണ് വിവരങ്ങൾ നൽകേണ്ടത്. വീട്ടിലെ പ്രായപൂർത്തിയ ഓരോ അംഗത്തിനും വെവ്വേറെ ഫോം പൂരിപ്പിച്ച് നൽകണം. നിങ്ങളുടെ വീട്ടിൽ BLO വരുമ്പോൾ അവർ തരുന്ന ഫോം ഓരോരുത്തർക്കും ഓരോ ഫോം പൂരിപ്പിച്ച് നൽകണം. വീട്ടിൽ ഇല്ലാത്ത അംഗങ്ങളുടെ ഫോറം വീട്ടിലുള്ള മറ്റൊരംഗം തെറ്റാതെ പൂരിപ്പിച്ച് നൽകിയാൽ മതി. വീട്ടിൽ ഒരാളില്ല, ഓക്കെ, ഉദാഹരണത്തിന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ വിദേശങ്ങളിലോ ഉള്ളവരെ സംബന്ധിച്ചുള്ള വിവരം വീട്ടിലുള്ള മറ്റങ്ങൾ പൂരിപ്പിച്ച് നൽകിയാൽ മതിയാകും. ഓക്കെ, വേറൊരാൾ പൂരിപ്പിച്ച് വളരെ കൃത്യമായിട്ട് എങ്ങനെ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം. 2002 ശേഷം പ്രായപൂർത്തിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തി വോട്ട് ചെയ്തവർ അവരുടെ അച്ഛൻ, അമ്മ, അടുത്ത ബന്ധുക്കൾ എന്നിവരുടെ വിവരങ്ങൾ ഫോറത്തിൽ തെറ്റാതെ എഴുതി കൊടുക്കണം. ഞാൻ എന്റെ ഫോം കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? 2002 വോട്ടർ പട്ടികയിലെ എന്റെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് ആണ് അതിൽ കൊടുക്കേണ്ടത്. നിലവിലുള്ള 2002 വോട്ടർ പട്ടികയിലുള്ള വിവരങ്ങളാണ് അതിലുണ്ട്. പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവർക്ക് അച്ഛൻ, അമ്മ, അടുത്ത ബന്ധുക്കൾ എന്നിവരുടെ വിവരങ്ങൾ ചേർക്കുക. പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവരുണ്ടാവും. ഇപ്പോഴത്തെ അവർക്ക് അച്ഛൻ, അമ്മ, അടുത്ത ബന്ധുക്കൾ എന്നിവരുടെ വിവരങ്ങൾ ചേർക്കുക. ഈ മണ്ഡലത്തിലേക്ക് വിവാഹം ചെയ്ത് വന്നവരും അല്ലാതെ മാറി താമസിക്കുന്നവരും അവരുടെ അച്ഛൻ, അമ്മ, അടുത്ത ബന്ധുക്കൾ എന്നിവർ 2002 ഏത് മണ്ഡലത്തിലാണോ ആ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലെ വിവരങ്ങളാണ് നൽകേണ്ടത്. ഒരു ഉദാഹരണത്തിന് ഞാൻ എന്റെ ഭാര്യയെ ഇവിടുത്തെ വോട്ടർ പട്ടികയിലേക്ക് മാപ്പിംഗ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ വിവാഹം ചെയ്തു കൊണ്ടുവന്ന അവരുടെ നാട്ടിലെ, എന്റെ ഭാര്യയുടെ നാട്ടിലെ അച്ഛൻ, അമ്മ, അടുത്ത ബന്ധുക്കളുടെ വോട്ടർ പട്ടിക 2002 വോട്ടർ പട്ടികയിലെ വിവരങ്ങളാണ് നൽകേണ്ടത്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയപ്പോൾ ഇന്ന് ഒരാൾ വിളിച്ചു വെച്ചിട്ടുണ്ട്, എന്റെ പെങ്ങളുടെ വോട്ടർ പട്ടിക റിവിഷന് വേണ്ടിയിട്ട് BLO വന്നിട്ടുണ്ട്, അതിലേക്ക് വിവരങ്ങൾ ചേർക്കുന്നതിന് എന്റെ അച്ഛൻ അല്ലെങ്കിൽ എന്റെ അമ്മന്റെ ഡീറ്റെയിൽ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ പരിഭ്രാന്തപ്പെടേണ്ട ആവശ്യമില്ല. ഡിസംബർ 4 വരെ ഉണ്ട്. അതിനിടക്ക് നിങ്ങളുടെ നാട്ടിലെ BLO നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ അച്ഛൻ, അമ്മ അവരുടെ ഡീറ്റെയിൽ ഇട്ട് അല്ലെങ്കിൽ വോട്ടർ പട്ടിക പരിശോധിച്ചാൽ കിട്ടും. 2002 വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ലഭ്യമാണ്. മണ്ഡലം പോളിംഗ് ബൂത്തിന്റെ പേര് സ്വന്തം പേര് അടിച്ചാൽ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്.
ഓക്കെ, അതിന്റെ പ്രോസസ്സ് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1 ആദ്യം നോക്കേണ്ടത് 2002 വോട്ടർ പട്ടിക, അതിന്റെ വെബ്സൈറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അതിൽ നോക്കാം. അതിൽ 1984 ശേഷം ജനിച്ച ഒരാൾ പോലും ആ വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? 2002 18 കഴിഞ്ഞവർക്ക് മാത്രമേ ആ വോട്ടർ പട്ടികയിൽ ഉണ്ടാവും. അപ്പോൾ 1984 മുമ്പ് ജനിച്ചവരാണ് ആ വോട്ടർ പട്ടികയിൽ ഉണ്ടാവുക. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ്. അന്ന് 18 ചേർക്കാത്തവർക്കൊക്കെ ഇതിൽ ഉൾക്കൊള്ളും. നിങ്ങളുടെ രക്ഷിതാവിന്റെ പേര് ആ വോട്ടർ പട്ടികയിൽ ഉണ്ടായാൽ മതി. അതിനനുസരിച്ച് മാപ്പിംഗ് ചെയ്യുക. അല്ലാത്തവർക്കുള്ള സൗകര്യങ്ങളും BLO മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. സ്റ്റെപ്പ് 2 BLO നിങ്ങളുടെ വീട്ടിൽ വരും. BLO നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു ഫോം തരും. ആ ഫോമിൽ നമ്മൾ ഡീറ്റെയിലുകൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, BLO നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ആരാണോ നിങ്ങളുടെ BLO അദ്ദേഹമായി കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാം. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് സമർപ്പിക്കുക. അവർ തരുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കുക. ഇതിന്റെ കൂടെ തന്നെ പുതുതായിട്ട് വോട്ട് ചേർത്താൻ ഉറപ്പ് 18 വയസ്സായവർക്ക് വോട്ട് ചേർത്താൽ അത്ര എപ്പല്ല. അത് ഇതിന്റെ വോട്ടർ പട്ടിക ഇറങ്ങി കഴിഞ്ഞ ശേഷം അതിനുള്ള അവസരം വരും. ഇതേപോലെ ഒരു ഫോമാണ് ഉണ്ടാവുക. എന്ന് പറയാം 2025 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു ഫോം ഉണ്ടാവും. അതിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും. അവിടെ നിലവിലെ ഫോട്ടോ, പുതിയ ഫോട്ടോ പതിക്കുക, നിങ്ങളുടെ ഡീറ്റെയിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് ഇവിടെ 2025 പട്ടികയിലുള്ള ഈ വോട്ടറുടെ വിവരങ്ങൾ എഴുതുക. 2025 പട്ടികയിലുള്ള ഈ വോട്ടറുടെ വിവരങ്ങളാണ് അവിടെ എഴുതേണ്ടത്. എന്റെ വോട്ട് 2025 പട്ടികയിലുള്ള വിവരങ്ങൾ എനിക്ക് എഴുതാം. അതൊക്കെ നമ്മുടെ നാട്ടിലെ BLO വരുമ്പോൾ അയാളെ കയ്യിൽ ആ വോട്ടർ പട്ടിക ഉണ്ടാവും. അതിനനുസരിച്ച് അതിൽ നോക്കി എഴുതിയാൽ മതി. ഓക്കെ, ഈ വോട്ടർ 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഇവിടെ എഴുതുക. 2002 വോട്ടർ പട്ടികയിൽ വിവരം ഉണ്ടെങ്കിൽ അത് ഇവിടെ എഴുതുക. ഓക്കെ, ഇവിടെ അയാളുടെ ഉദാഹരണത്തിന് എന്റെ ഉപ്പാന്റെ പേര് 2002 വോട്ടർ പട്ടികയിലുണ്ട്. അപ്പോൾ എന്റെ ഉപ്പന്റെ വോട്ടർ പട്ടിക ഈ ഫോം ഫിൽ ചെയ്യുമ്പോൾ ഇവിടെ 2025 പട്ടികയിലുള്ള എന്റെ ഉപ്പയുടെ ഡീറ്റെയിൽ ആണ് എഴുതേണ്ടത്. 2002 പട്ടികയിൽ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ അത് ഇവിടെ എഴുതാം. ഇനി 2002 പട്ടികയിൽ ഇല്ലാത്ത വോട്ടർ ആണെങ്കിൽ അവരുടെ ബന്ധു 2002 ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഇവിടെ എഴുതാം. അപ്പോൾ എന്റേതാണ് ഈ ഫോം ഫിൽ ചെയ്തതെങ്കിൽ ഞാൻ ഇവിടെയാണ് എഴുതേണ്ടത്, എന്റെ ഉപ്പ ഇവിടെയാണ് എഴുതേണ്ടത്. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്കുള്ള ഫോമൊക്കെ BLO നിങ്ങളുടെ വീട്ടിൽ എത്തിക്കുമെന്നുള്ളതാണ്. നമ്മളൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ BLOനെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. ഡോക്യുമെന്റുകൾ എന്ന് പറയുന്നത് ചില ആളുകളൊക്കെ പറയുന്നത് 12 ഡോക്യുമെന്റ് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ആണ് ഇത് വേണ്ടത്. ID കാർഡ്, പെൻഷൻ പേയ്മെന്റ് ഓർഡർ ഇഷ്യൂഡ് ടു റെഗുലർ എംപ്ലോയി, പെൻഷനർ ഓഫ് എനി സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഓക്കെ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെ അതിന്റെ ID കാർഡുള്ള പെൻഷൻ പേയ്മെന്റ് ഓർഡറും ആ ഡീറ്റെയിൽ ഉള്ള ആ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ID കാർഡ് സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ് ഇഷ്യൂഡ് ഇൻ ഇന്ത്യ ബൈ ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി, ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, LIC, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഓക്കെ, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ കോമ്പീറ്റന്റ് അതോറിറ്റി. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് പിന്നെ നമുക്ക് വേറെ നോക്കണ്ട, പാസ്പോർട്ട് ഉപയോഗിക്കാൻ കഴിയും. അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ SLC ബുക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അതിൽ പെർമനന്റ് റെസിഡന്റ് ഡീറ്റെയിൽ ഒക്കെ അതിൽ ഉണ്ടായാൽ മതി. ഫോറസ്റ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ OBC ST എനി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ കോമ്പീറ്റന്റ് അതോറിറ്റി, NRC. ഓക്കെ, ഫാമിലി രജിസ്റ്റർ പ്രിപ്പയർഡ് ബൈ സ്റ്റേറ്റ് ലോക്കൽ അതോറിറ്റി, എനി ലാൻഡ് ഹൗസ് അലോട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് ബൈ ഗവൺമെന്റ്. ഫോർ ആധാർ ദ കമ്മീഷൻ ഡയറക്ഷൻ ഇഷ്യൂഡ് വൈഡ് ലെറ്റർ നമ്പർ 2025 ഷാൽ അപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബർത്ത് പ്ലേസും അതുപോലെ ബർത്ത് ഡേറ്റും ഉള്ള ആധാർ എന്നാണ് പറയുന്നത്. ഡീറ്റെയിൽ ഒന്നും കൂടി ക്ലാരിഫൈയോട് കൂടി വരുന്നതായിരിക്കും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല. നിങ്ങളുടെ ബന്ധുവിന്റെ ഇതിലേക്ക് മാച്ച് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റെവിടെയെങ്കിലും ഉള്ള ഒരാളിന്റെ വീടിന്റെ അടുത്തുള്ള ഒരാളുടെ വോട്ട് ഇവിടെ നിലവിലില്ല, പ്രായമായ ആൾ, പക്ഷെ അയാൾ വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. അവിടുത്തെ വോട്ടർ പട്ടികയിൽ ഇയാളെ പേരുണ്ടാവും. അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മാപ്പിംഗ് ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട് പറയണം. ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ അടുത്തുനിന്ന് 2002 വോട്ടർ പട്ടിക പേരില്ലാത്തവർ ചെയ്യേണ്ടത് ആ ഫോം പൂരിപ്പിച്ച് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ 1987 ജൂലൈ 1 മുമ്പ് ജനിച്ചവർ ഇവർ സ്വന്തം ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം. എന്ന് പറഞ്ഞാൽ 1987 ജൂലൈ 1 മുമ്പാണ് ജനിച്ചതെങ്കിൽ ജനനത്തെയും ജനസ്ഥലവും തെളിയിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് മതി, SLC ബുക്ക് മതി, എന്തെങ്കിലുമൊക്കെ ആവശ്യം. ഇനി 87 ജൂലൈ 1 2004 ഡിസംബർ 2 ഇടയിൽ ജനിച്ചവർ ഇവർ സ്വന്തം ജനനത്തെയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാവിന്റെയോ പിതാവിന്റെ ഏതെങ്കിലും ഒരാളുടെ ജനനത്തെയും ജനസ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം. അപ്പോൾ 87 2004 ഇടയിലാണ് രക്ഷിതാവിന്റെ കൂടി ഏതെങ്കിലും ഒരാൾക്ക് ഉപ്പ ആരുടെങ്കിലും ഡീറ്റെയിൽ അതിൽ കൊടുത്താൽ മതി അവർ. ഓക്കെ, ഇനി 2004 ശേഷം ജനിച്ചവരാണെങ്കിൽ രക്ഷിതാവിന് പിതാവിൻ്റെതും മാതാവിൻ്റെതും നിർബന്ധമായിട്ട് സമർപ്പിക്കണം. ഇങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ പറയുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് 2004 വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യപ്പെടില്ല. 2002 ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളാണെങ്കിൽ, ആ പട്ടികയിൽ ഇല്ലാത്ത 2002 പട്ടികയിൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ 87 ജൂലൈ 1 മുമ്പ് ജനിച്ചവരാണെങ്കിൽ സ്വന്തം ജനനത്തെയും ജനസ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിച്ചാൽ മതി. 87 ജൂലൈ 1 2004 ഡിസംബർ 2 ഇടയിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? രക്ഷിതാവിലെ ഏതെങ്കിലും ഒരാൾക്ക് കൂടി അതിന്റെ കൂടെ കൊടുക്കണം. 2004 ശേഷമാണെങ്കിൽ എന്ത് ചെയ്യണം? രക്ഷിതാവിന് പിതാവിൻ്റെതും മാതാവിൻ്റെതും വേണം. ഒരു മരണപ്പെട്ടു പോയതൊന്നും അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടായാലും മതി.
ഇനി അത് കഴിഞ്ഞ് അതിന്റെ നടപടികൾ ഡിസംബർ 4 വരെ അതിന്റെ നടപടികൾ നടക്കും. BLO അപ്ലോഡ് ചെയ്യുക, ERO വോട്ടർ പട്ടികയിലാക്കും. അങ്ങനെ BLO എന്തെങ്കിലും ഡീറ്റെയിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽ ഒക്കെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക നോക്കണം. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക വരും. ഇതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക വരും. അതിന്റെ അടിസ്ഥാനത്തിൽ പരാതിയോ ആശയം എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ 2026 ജനുവരി 8 വരെ നൽകാൻ സാധിക്കും. പരാതികളിൽ നോട്ടീസും ഹിയറിംഗ് പരിശോധനയും അത് കഴിഞ്ഞ് ജനുവരിയിൽ നടക്കും. ജനുവരി ലാസ്റ്റ് 31 മുമ്പായിട്ട് നടക്കും. ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ നടപടികളുള്ളത്. ഓക്കെ, ബാക്കിയൊക്കെ വളരെ കൂളായിട്ട് നിങ്ങളുടെ BLOയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇതിൽ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കുന്നതിന് പകരം ഇതിന് ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളെ വീട്ടിൽ BLO വരുമ്പോൾ ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ല നിങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവും. ഓക്കെ, BLO വരുമ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആദ്യം എന്ത് ചെയ്യുക, ഒന്നാം ഘട്ടം എന്ന നിലയ്ക്ക് BLOയിൽ നിന്ന് ഫോം വാങ്ങി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അവർ ഫില്ല് ചെയ്ത് തരും. ഞങ്ങളുടെ നാട്ടിലെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ട് ആരെങ്കിലും ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതുപോലുള്ള എല്ലാ നാട്ടിലും ഇതിന്റെ ഹെൽപ്പ് ഡെസ്കോട് മറ്റൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഇനി ഇതിലൊന്നും പരിധിയിൽ പെടാത്തവർക്കുള്ള നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ വരും. ഓക്കെ, താങ്ക് യു.